ഈ ബി ഗോപാലകൃഷ്ണന് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്. എൻ്റെ സീനിയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ചിരിച്ചു തള്ളാൻ എനിക്ക് പറ്റുള്ളൂ. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് എന്നെ പറ്റി അറിയാവുന്ന ആളാണ്. അപ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ മാനസിക വിഭ്രാന്തി എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണൻ്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഗോപാലകൃഷ്ണൻ എന്തും പറയുന്ന ഒരാളാണ്. എന്നാൽ ഞങ്ങൾ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ്. അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു മാനസിക പ്രയാസമില്ല. കാരണം എനിക്ക് മാനസിക പ്രയാസമുള്ള ആളല്ലാത്തതുകൊണ്ട് എനിക്ക് ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരാളങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ഗോപാലകൃഷ്ണനെ പറ്റി വന്നിട്ട് അറിയാം, നിങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. അതെനിക്ക് അതിനെപ്പറ്റി മറുപടിയായിട്ട് പറയാനുള്ളൂ. പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഈ ഇവിടെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലം മാറ്റപ്പെട്ടിട്ടുള്ള കമ്മീഷണറുടെ രാഷ്ട്രീയ ബന്ധത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഗോപാലകൃഷ്ണൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മര്യാദ അനുസരിച്ച് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഗോപാലകൃഷ്ണൻ എൻ്റെ ഈ പ്രസംഗം ഈ സംസാരം കേൾക്കുമ്പോൾ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഞാനത് പുറത്തുവിടാൻ ഉദ്ദേശിച്ചിട്ട് പറയുന്ന കാര്യമില്ല. പിന്നെ ഈ പൂരം തകർത്താൽ ഇലക്ഷൻ ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല BJPയുടെ ഫോർമുലയാണ്. അത് LDFന്റെ ഫോർമുലയല്ല. അല്ല, ഞാൻ പറയട്ടെ, ഈ സാധാരണ നിലയിൽ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും അറിയാലോ, പൂരം തകർത്താൽ ഇടതുപക്ഷം ജയിക്കുമെന്നുള്ള ധാരണ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? പൂരം തകർത്താൽ ജയിക്കും എന്ന ധാരണ ആർക്കുണ്ടായിരുന്നത്? അപ്പോൾ പൂരത്തെ കലക്കിയാൽ രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല BJPയുടെ ഫോർമുലയാണ്. ആ ഫോർമുല ഏറ്റവും നന്നായി ചേരുന്നത് ഗോപാലകൃഷ്ണന്റെ പാർട്ടിക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഫോർമുല എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത്. ഞാനിപ്പോൾ ഇന്നലെ ആവശ്യപ്പെട്ടത് ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾ അറിയണം, പുറത്തു വരണമെന്ന് പറയാൻ കാരണം പൂരം കലക്കിയതിൻ്റെ പിന്നിൽ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൈവരിച്ച ആളുകൾക്കടക്കം ബന്ധമുണ്ടെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വരാൻ പാടില്ല എന്ന് ഈ പറയുന്ന BJP നേതാവിന് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കാണുമ്പോൾ ഞാൻ സംശയിക്കുകയാണ്. അദ്ദേഹത്തിന് ഇവിടെ ഈ തൃശ്ശൂരിലെ നേതാവായിരുന്നിട്ട് പോലും തൃശ്ശൂർ മണ്ഡലത്തിലെ ചാർജ് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് പാലക്കാട് ജില്ലയിലായിരുന്നു ചാർജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ പൂരത്തിൻ്റെ ദിവസം ഗോപാലകൃഷ്ണനോട് വന്നിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ ഞാൻ എല്ലാ കൊല്ലം പൂരത്തിൻ്റെ എല്ലാ ചടങ്ങിലും ഒന്നിച്ച് പങ്കെടുക്കുന്ന ആൾക്കാരാണ്. അത് ഇന്നൊന്നിൽ തുടങ്ങിയല്ല, ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ എല്ലാ ചടങ്ങിലും ഒന്നിച്ചുണ്ടാവുന്ന ആൾക്കാരാണ്. അപ്പം ഗോപാലകൃഷ്ണൻ പൂരത്തലേന്ന് ദിവസം ഇവിടെ വന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും ദുരുദ്ദേശപരമായിട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പൂരത്തിൻ്റെ നടത്തിപ്പിൽ പാതിരാ സമയത്തുണ്ടായിട്ടുള്ള ഈ അട്ടിമറിക്ക് പിന്നിൽ ഇരുട്ടിൻ്റെ മറവിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണെന്ന് പുറത്തു വരുന്നതിന് എന്തിനാണ് BJP നേതാക്കന്മാർ ഇത്രയും പ്രയാസപ്പെടുന്നത്? എന്തിനാണ് BJP നേതാക്കന്മാർ ഈ പൂരം കലക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? പൂരം കലക്കിയതിൻ്റെ ബെനിഫിഷ്യറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയിരുന്നോ? ആരാണ് പൂരത്തിൻ്റെ ആ ചടങ്ങുകൾ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത്? ആരായിരുന്നു? ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആരെങ്കിലും നിർദ്ദേശം കിട്ടിയിട്ടുണ്ടോ? അതല്ല ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സംഘാടകർ ആരെങ്കിലും തീരുമാനിച്ചതാണോ? ഏതെങ്കിലും കമ്മിറ്റികൾ യോഗം കൂടി തീരുമാനിച്ചതാണോ? അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ എന്താ BJPക്ക് താല്പര്യമില്ലാത്ത? എന്തുകൊണ്ടാണ്? BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പൂരം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ പൂരം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്നുള്ളത് പുറത്തു വരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തായാലും അതിനകത്ത് LDFോ അല്ലെങ്കിൽ VS സുനിൽകുമാറോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ CPIയിലെയും നേതാക്കന്മാരാരും പൂരം കലക്കികളുടെ കൂട്ടത്തിലുണ്ടാവില്ല. പൂരം കലക്കികളുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ആരാണെന്നുള്ളത് ഈ റിപ്പോർട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്നല്ല, ഇനിയിപ്പോൾ ആര് അന്വേഷിച്ച് റിപ്പോർട്ട് കൊണ്ടുവന്നാലും പൂരം കലക്കികളുടെ കൂട്ടത്തിൽ ഒരിക്കലും VS സുനിൽകുമാർ അടക്കമുള്ള ഒരു നേതാക്കന്മാരും ഉണ്ടാവില്ല എന്ന് പൂർണ്ണമായിട്ട് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് ഇപ്പോൾ പറഞ്ഞോളാം. എനിക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നതിന് ഏറ്റവും നല്ല അവസരമാണ്. ഏതായാലും എനിക്ക് ഒരിക്കലും ഗോപാലകൃഷ്ണൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പുറത്തു വരാൻ വേണ്ടി, ചിലപ്പോൾ ഒരുപക്ഷെ പുറത്തു വരട്ടെ എന്ന് കരുതി പറയുന്നതായിരിക്കാം. അവരെ പാർട്ടിക്കകത്ത് തന്നെ ആളുകൾക്ക് ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പുറത്തു വരട്ടെ എന്ന് കരുതി പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി, എന്നെ ഇതിനകത്ത് പൂരം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട ആളല്ല എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അല്ല, അതാ പറയട്ടെ, ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആൾക്കാർ പറയട്ടെ, അവർക്കൊക്കെ എന്തൊക്കെ ബന്ധമുണ്ടെന്ന് പറയട്ടെ. അവർക്ക് എല്ലാ രാഷ്ട്രീയ ബന്ധം പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കില്ലേ? ഓരോ ആളുകളുടെ രാഷ്ട്രീയ ബന്ധം പറയട്ടെ.
അല്ല അതാ ഞാൻ പറയുക, ഈ പൂരം തകർക്കുന്നതായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ ആ ദിവസത്തെ രംഗം നിങ്ങളൊന്ന് വെറുതെ റിവൈൻഡ് ചെയ്ത് നോക്കി നോക്കൂ. പൂരം നടന്നുകൊണ്ടിരിക്കുന്നു, എഴുന്നള്ളിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എഴുന്നള്ളിപ്പ് നിർത്തിവെക്കുന്നു, ആനകൾ പിൻവലിക്കുന്നു, പിന്നെ പന്തലിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യുന്നു, മേളം നിർത്തിവെക്കുന്നു. വെറുതെ തൃശ്ശൂർ പൂരത്തിൻ്റെ മേളം പിന്നെ വെറുതെ നിർത്തിവെക്കാൻ പറ്റുമോ? മേളക്കാരൻ ഞാൻ കൊട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ മേളം നിർത്തിവെക്കാൻ പറ്റുമോ? ആരൊക്കെയാണ് നിങ്ങളുടെ മീഡിയകൾ അന്വേഷിക്കണം, ആരൊക്കെയാണ് അവിടെ അത് നിർത്തിയാണ്? ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഞാൻ പല ആളുകളോടും ചോദിച്ചു, ദേവസ്വത്തിലെ ആളുകളോടും ചോദിച്ചു, നിങ്ങൾ ആരാണ് ഈ പൂരം നിർത്തിവെക്കാൻ പറഞ്ഞതാരാണ്? നിങ്ങൾ തീരുമാനം വല്ലതും ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ആരെങ്കിലും ബാഹ്യ ഇടപെടൽ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ വികാരപരമായിട്ട് ആരെങ്കിലും പറഞ്ഞതാണോ? ഈ കാര്യങ്ങളല്ലേ പുറത്തു വരേണ്ടത്. അപ്പോൾ അറിയാൻ പറ്റുള്ളൂ, ഇത് നിർത്തിവെക്കാൻ പറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ച് അറിയുമ്പോൾ അറിയാലോ അതിന് പിന്നിൽ ആര് പ്രവർത്തിച്ചു എന്നുള്ള അറിയാലോ. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണോ? ഏത് ഇൻവെസ്റ്റിഗേഷൻ വേണം നടത്തട്ടെ? ആ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ അലങ്കോലപ്പെടുത്തലിൻ്റെ പിന്നിൽ അലങ്കോലപ്പെട്ടതല്ല, അലങ്കോലപ്പെടുത്തിയതാണ്.